നാട്ടുപുറത്ത് വീടിൻ്റെ അടുക്കള വശത്ത് മുറ്റത്തോട്ട് പറമ്പിലോട്ട് അഴുക്കെല്ലാം കൂടി എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പം മുഷിഞ്ഞു എന്ന് മാത്രമല്ല, അവിടെ ഈ എച്ചിലും ദുർഗന്ധവും ഇഷ്ടപ്പെടുന്ന പാറ്റായും എലിയെ പിടിക്കാൻ പാമ്പും വരും. അങ്ങനെ വരുന്ന പാമ്പിനെ ശല്യം കൊണ്ട് വീട്ടമ്മയ്ക്ക് പേടി. പാമ്പിനെ പല പ്രാവശ്യം കണ്ടു. വീട്ടമ്മ ഭർത്താവിനോട് പറയുക, ചേട്ടായി ഇവിടെയെല്ലാം പാമ്പായി, പാമ്പിനെ ഒന്ന് ഓടിക്കാവോ? എന്തായാലും ഇപ്പോൾ പറഞ്ഞാൽ അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ കണ്ടു. ഉടനെ ചേട്ടായി വന്നിട്ട് വടിയും കൊണ്ട് വന്ന് പാമ്പിനെ അടിച്ച് പാമ്പ് ഓടി. അങ്ങനെ പാമ്പിനെ എല്ലാം ഓടിച്ചു. അല്ല, ഒന്ന് തല്ലിക്കൊന്ന് എടുത്ത് കളഞ്ഞു, സ്വസ്ഥമായി. അങ്ങനെ എത്ര പാമ്പിനെ തല്ലിക്കൊന്നാലും അടുത്ത ദിവസം പിന്നെയും പാമ്പ് വരും. കാരണം എന്താ? എലി അവിടെ വരുന്നുണ്ട്. എലി വരാൻ കാരണം എന്നാ? ഈ മുഷിഞ്ഞ അവസ്ഥ കിടപ്പുണ്ട്. അവിടെ പാമ്പ് ശല്യം ഒഴിവാകണം. എന്നാ ചെയ്യണം? ആ മുറ്റമെല്ലാം ചെളി വടിച്ചു കോരി ദൂരെ കളഞ്ഞിട്ട് ഇനി ഇവിടെ ഇടരുതെന്നുള്ള കറക്റ്റാക്കുക. എന്നിട്ട് അവിടെ നല്ല മണലൊക്കെ വിരിച്ചിട്ട് കോൺക്രീറ്റ് ബ്ലോക്കൊക്കെ വിരിച്ച് ചെടിയൊക്കെ വെച്ചങ്ങ് വൃത്തിയാക്കാമെങ്കിലുണ്ടല്ലോ, പിന്നെ എലിയും വരികയില്ല, പാമ്പ് വരികയില്ല. വൃത്തിയാക്കിയിട്ട് അന്ന് രാത്രി എലി വരും. തലേ ദിവസത്തെ ഓർമ്മ വെച്ചോണ്ട് ഉണ്ടായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് വരുമ്പോൾ എലി വന്ന് നോക്കുമ്പം ഒന്നുമില്ല. നല്ല ചിപ്സ് വിരിച്ച് അല്ലെ കോൺക്രീറ്റ് ബ്ലോക്ക് ഇട്ടിരിക്കുന്നത്. എലി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അവിടെ പോയി ഇങ്ങോട്ട് പോയിട്ട് എലി വിട്ടുപോകും. നേരം വെളുക്കാറാകുമ്പോൾ പതിവ് പോലെ എലിയെ പിടിക്കാൻ വേണ്ടി പാമ്പ് വരും. ഇന്നലെ വന്ന് പിടിച്ചതാ. പാമ്പ് വന്ന് കയറുമ്പോൾ ആട് കിടന്നത് പൂട പോലും ഇല്ലെന്ന് പറഞ്ഞ പോലെ ഇവിടെ എലിയില്ല, ഒന്നുമില്ല. പാമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് സ്ഥലം വിടും. കണ്ടോ? എലി വരികയില്ല, പാമ്പ് വരികയില്ല. 2 ദിവസം കഴിയും പിന്നെ എലി പഴയ ഓർമ്മ വെച്ച് ഒന്നുകൂടെ വന്ന് നോക്കും ഉണ്ടോയെന്നറിയാൻ. ഇല്ല. 4 ദിവസം കഴിഞ്ഞ് പാമ്പ് ഒന്നുകൂടെ വന്ന് നോക്കും ഉണ്ടോയെന്നറിയാൻ. എലി ഇല്ല. കണ്ടോ? പാമ്പും എലിയും ഒട്ടും വരികയില്ലാത്ത അവസ്ഥയായിരിക്കും. ആ വീട്ടുമുറ്റം മാറി. എങ്ങനെ? പാമ്പിനെ തല്ലിക്കൊന്ന് തീർത്തല്ല, ഈ മുഷിച്ചിൽ മാറ്റി. യോശുവ പുരോഹിതന്റെ അടുക്കൽ സാത്താൻ നിൽക്കുന്നു. അതിനെ മാറ്റാനായിട്ട് വീട്ടമ്മ പറയുന്ന പോലെ എലി പാമ്പിനെ തല്ലിക്കൊല്ല ചേട്ടായി എന്ന് പറഞ്ഞ പോലെ മാറ്റാൻ ഇവിടെ തമ്പരം നമ്മളെ കാണിക്കാണ്. വെളിപാട് ശാസിച്ചു, സാത്താനെ ഇറങ്ങിപ്പോ, പോയില്ല. രണ്ടാമത് പറഞ്ഞു ഇറങ്ങിപ്പോ, പോയില്ല. മൂന്നാമത് ദൈവം പറഞ്ഞില്ല, ദൈവത്തിന് അറിയാൻ പോകുകയല്ലെന്ന്. കാരണം എന്താ? സാത്താൻ്റെ അവകാശമായ പാപവുമായിട്ടാണ് ഈ പ്രധാന പുരോഹിതൻ നിൽക്കുന്നത്. അപ്പം ഇത് ദൈവം കാണിച്ചു കൊടുത്തുന്ന സക്കറിയ എഴുതുന്നത്. ദൈവം കാണിച്ചു തരികയാണ്. എന്തിനാ കാണിച്ചു കൊടുത്തത്? എന്തിനാ കാണിച്ചു കൊടുക്കുന്നത്? സക്കറിയ ഇത് കണ്ടിട്ട് പങ്കുവെക്കണം, രേഖപ്പെടുത്തണം എഴുത്തുകാര്. അങ്ങനെ ചുരുളിൽ എഴുതിയിട്ട് അത് ഭാവിയിൽ ബൈബിൾ ഉണ്ടാകുമ്പോൾ ബൈബിളിൻ്റെ ഭാഗമാകണം. എന്തിനാണ്? അത് നമ്മളെപ്പോലെയുള്ള ദൈവജന ലോകാവസാനം വരെ വായിച്ച് ദൈവരായ രഹസ്യങ്ങൾ തിരിച്ചറിയണം. എന്താ ദൈവരായ രഹസ്യത ഇവിടെ പറയുന്നത്? പാപവുമായിട്ട് നീങ്ങുന്ന വ്യക്തിയുടെ പക്കൽ സാത്താൻ്റെ സാന്നിധ്യം വിട്ടുപോവുകയല്ല. പാഠം 1. അങ്ങനെ പാപം വിടാതെ നിൽക്കുന്ന വ്യക്തിയുടെ പക്കൽ സാത്താൻ വന്ന് നിൽക്കുമ്പം ദൈവം തമ്പുരാൻ ശാസിച്ചാൽ പോലും സാത്താൻ പോവുകയല്ല. പാഠം 2. ഇനി 3ാമത്തെ പാഠം വരാൻ പോകുന്നത് ഇവിടെ എന്താണ്? ഈ മുഷിഞ്ഞ വസ്ത്രം മാറ്റി സാത്താനെ ശാസിക്കേണ്ട ആവശ്യം ഇനി വന്നില്ല. 3ാമത്തെ പാഠമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും സാത്താന്റെ ശല്യം മാറ്റണോ? പാപം മാറ്റിക്കൂ, സാത്താൻ പോകും. പാപം മാറ്റാത്തിടത്തോളം പൈശാചിക ശല്യങ്ങൾ മാറുകയല്ല. ഇതാണ് ഇവിടുത്തെ 3ാമത്തെ പാഠം.